നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ എന്ന് പേർ വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനം മിസ്രയീമിൽ പാർത്തുകൊണ്ടിരുന്ന നാൾ അത്രയും നിന്ദിക്കപ്പെട്ടവരായിരുന്നു. നിന്നയാണ്. അവർ അവിടെ പാർക്കുവാൻ ചെന്ന നാളിൽ തന്നെ ഒരു നിന്നയെ ഏറ്റുകൊണ്ട്, എന്താണെന്നറിയാമോ? ആടുമാടുകളെ നോക്കുന്നത് മിസ്രയീമ്യരുടെ ഇടയിൽ അവർക്ക് അറപ്പുള്ള ഒരു കാര്യമാണ്. ആടുമാടുകളുടെ പരിപാലനം, അതിനെ തീറ്റുക, പുലർത്തുക, സൂക്ഷിക്കുക, അതിൻ്റെ പാലുൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, ഇതെല്ലാം മിസ്രയീമ്യർക്ക് അറപ്പായ കാര്യമാണ്. അപ്പോൾ അറപ്പുള്ള ഭക്ഷണം ഭക്ഷിക്കുന്ന ജനങ്ങൾ, അറപ്പുള്ള തൊഴിൽ, വരുമാനമാർഗം അറപ്പ്, അവരുടെ വസ്ത്രധാരണം അറപ്പുള്ളത്, അവരുടെ സംസാരം അറപ്പുള്ളത്, അവർ പാർക്കുന്നത് അടിമ വീടെന്ന് പറയുന്നത് ആ കുടിലുകളിൽ നല്ല ഉറപ്പുള്ള ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഒരു വീടുകളോ ഒന്നും അവർക്കില്ല. കൂടാരങ്ങളിലാണ് പാർക്കുന്നത്. അത് വലിയൊരു കോളനിയാണ്. ആ കോളനി അവഗണിക്കപ്പെട്ടതായ, അപമാനിക്കപ്പെട്ട, നിന്ദിക്കപ്പെടുന്ന, നിന്ന സഹിക്കുന്നതായ കോളനിയാണ്. അവിടെയുള്ളതായ ജനങ്ങൾക്കെല്ലാം പേര് അടിമ. അടിമ എവിടെ പോയിരുന്നാലും അവർ അടിമയാണ്. ഭക്ഷണം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ തൊഴിൽ കൊണ്ടും അവരുടെ സ്വഭാവം കൊണ്ടും അവരുടെ ജീവിത രീതി കൊണ്ടും വിശ്വാസം കൊണ്ടും ആരാധന കൊണ്ടും ഒക്കെ നിന്ന സഹിക്കുന്നവരായിരുന്നു. എന്നാൽ ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടും അവരറിയാതെ അവരിൽ നിന്ന വാണുകൊണ്ടിരുന്നു. എവിടം വരെ എന്നറിയാമോ? സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവം ജനത്തെ ശുദ്ധീകരിച്ച് ഏതാനും ദിവസങ്ങളെ ഉള്ളൂ ഇനിയും കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ. ആ നാൾ വരെയും അവരറിയാതെ നിന്ന അവരെ അനുധാവനം ചെയ്തുകൊണ്ടിരുന്നു. ദൈവം ഒടുവിൽ ഒരു ദിവസം യോശുവയോട് പറയുകയാണ്, ഇനിയും നിങ്ങൾക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കണമെങ്കിൽ മിസ്രയീമിൽ വെച്ച് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന നിന്നയുമായിട്ട് ഇനിയും പ്രവേശിക്കുവാൻ പാടില്ല. നിങ്ങളിൽ നിന്ന് നിന്ന മാറണം. നിങ്ങളിനി നിന്ദിക്കപ്പെട്ടവരല്ല, മാനിക്കപ്പെട്ടവരാണെന്ന് വിളിക്കണം. ദേശത്ത് നിങ്ങൾ ബഹുമാനിക്കപ്പെടണം, ആദരിക്കപ്പെടണം, നിങ്ങൾ സ്തുതിക്കപ്പെടണം. നിങ്ങളെക്കുറിച്ചുള്ളതായ തെറ്റായ ധാരണകളെല്ലാം ലോകത്തിന് മാറണം. ലോകത്തിൻ്റെ മുൻപിൽ നിങ്ങളെക്കുറിച്ച് വലിയൊരു പ്രകാശന ചിന്ത ഉണ്ടാകണം. ദൈവം അങ്ങനെ ചെയ്തു. ചെയ്യുവാൻ തുടങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ് ഗിൽഗാൽ. മിസ്രയീമിലെ നിന്ന, റിപ്രോച്ച് ഓഫ് ഈജിപ്റ്റ്, ദൈവം അതിനെ ഉരുട്ടിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഒരു ഗിൽഗാലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം നിന്ദകൾ അനുഭവിക്കുന്ന മനുഷ്യരാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാ. പ്രിയപ്പെട്ടവരിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന്, സഹപാഠികളിൽ നിന്ന്, സഹവാസികളിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകത്തിൽ നിന്ന അനുഭവിക്കുന്നവരാ. റിപ്രോച്ച്, ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്, ഒരു നിന്നയെ മാറുമ്പോൾ വേറൊരു നിന്ന നമ്മെ വന്ന് മൂടുന്നു. ക്രിസ്തു നിമിത്തം ധാരാളം നിന്നകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ തിരുവചനം നമ്മോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിവാക്കി തരുന്നത്, മിസ്രയീമിൽ പാർത്തിരുന്നതായ ഇസ്രായേൽ ജനത്തിന് ദൈവം അവരുടെ ഇടയിൽ നിന്ന് മിസ്രയീമിലെ നിന്ന എങ്ങനെ ഉരുട്ടി മാറ്റിക്കളഞ്ഞുവോ, അങ്ങനെ ക്രിസ്തുയേശുവിൽ കൂടെ നമ്മുടെയും നിന്നയെ ദൈവം ഉരുട്ടി മാറ്റി കളഞ്ഞു. എങ്ങനെയാണെന്നറിയാമോ? ക്രൂശിൽ വെച്ച് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നിന്നയും സഹിച്ചും കൊണ്ട് ക്രൂശിന്മേൽ കയറി ആ നിന്നയും വഹിച്ചും കൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോയി നാം അനുഭവിക്കേണ്ടി വരുന്നതായ നിന്ദകളെ മുഴുവനും അവൻ ക്രൂശിൽ വെച്ച് മാന്യതയുള്ളതാക്കി തീർത്തു. അപ്പോൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇനി നിന്ന സഹിക്കുന്നു എന്നുള്ളതായ ഒരു വാക്ക് നമ്മളിൽ നിന്നും ഉണ്ടാകരുത്. നമ്മുടെ കർത്താവ് നമ്മുടെ നിന്ദകളെല്ലാം ഏറ്റുവാങ്ങി
അവൻ നമ്മളിൽ നിന്ന് നിന്ന ഉരുട്ടിക്കളഞ്ഞു. നാം ഇനി നിന്ദിക്കപ്പെടുന്നവരല്ല, നാം ഇനി മാനിക്കപ്പെടേണ്ടവരാണ്. നാം പരിഹസിക്കപ്പെടേണ്ടവരല്ല, നാം ആദരിക്കപ്പെടേണ്ടവരാണ്. എങ്ങനെ? ക്രിസ്തുവിലെ ക്രൂശിലെ ആശ്രയത്താൽ. ആ ക്രൂശിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ, അവിടെ നമുക്ക് ഗിൽഗാലിൻ്റെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും. കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മളിൽ നിന്ന് ഉരുട്ടി മാറ്റിയതായ ആ ഗിൽഗാലിലെ അനുഭവം നമ്മളെ ഒരു പുതിയ മനുഷ്യരാക്കി തീർത്തു, പുതിയ ജീവനുള്ളവരാക്കി തീർത്തു, മാന്യതയുള്ളതായ ഒരു ജീവിതമാക്കി ദൈവം നമ്മെ മാറ്റി. സ്നേഹത്തിനും ആദരവിനും നമ്മെ പാത്രീഭൂതരാക്കി. നമ്മളിൽ നിന്നും അപമാനങ്ങളും നിന്ദകളും കർത്താവ് തുടച്ചു മാറ്റി. പുതിയ മനുഷ്യർ, പുതിയ ജീവിതം, പുതിയ ഭാഷ, പുതിയ സന്ദേശം, പുതിയ ആശയം, പുതിയ ദർശനം, പുതിയ വെളിച്ചം, പുതിയ ജീവിതത്തിലേക്കുള്ളതായ കാൽവെയ്പ്പ്. നിന്ന നമ്മെ വിട്ട് ഓടുന്നതായ ഒരനുഭവം കർത്താവിൽ കൂടെ നമുക്കതാണ് ലഭിക്കുന്നത്. എത്ര നിന്നയാണ് നമ്മൾ സഹിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വിശ്വാസം നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മളെ വീണ്ടും ഈ മിസ്രൈമിലെ നിന്ന അധമമായ ചിന്ത, താഴ്ചയിലേക്കുള്ള ആ ദർശനം നമ്മളിൽ പെരുക്കി വന്നുകൊണ്ടിരിക്കും. ക്രൂശിലേക്ക് നോക്കൂ. നമ്മുടെ അപമാനങ്ങളെ വഹിച്ചുകൊണ്ട്, നിന്നയെ സഹിച്ചുകൊണ്ട്, വേദനകളെ സഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം അരുളുന്നതായ, നമ്മളെ സ്വതന്ത്രരാക്കുന്നതായ, നമ്മെ വിലയ്ക്ക് വാങ്ങിയതായ, നമ്മളെ മാന്യതയുള്ളതാക്കി മാറ്റിയതായ, തേജസ്സുള്ളതാക്കിയതായ ആ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തെ നമ്മളൊന്ന് കാണും. അവിടെയാണ് നാം ഗിൽഗാലിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു പുതിയ ജീവനോടുകൂടി ജീവിക്കുവാനും നീങ്ങുവാനുമുള്ളതായ ഒരു സന്തോഷം, ഒരു ആർജവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, ഒരു ദൈവിക ശക്തി നമ്മളിൽ കടന്നു വരുന്നത്. ഈ പ്രഭാതത്തിൽ നാമും നമ്മുടെ കുടുംബവും ദൈവത്തിലുള്ള ആശ്രയത്താൽ, കർത്താവിലെ ക്രൂശിലെ വെളിച്ചത്താൽ നിന്നയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, അപമാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. നാം ഇനി നിന്ദിക്കപ്പെടേണ്ടവരല്ല. നമ്മളിൽ നിന്ന് കർത്താവ് നമ്മുടെ നിന്ദയെ ഉരുട്ടി മാറ്റി. നമ്മുടെ ഭവനത്തിലുമുണ്ട് ഒരു ഗിൽഗാലിൻ്റെ അനുഭവം, നമ്മുടെ വിശ്വാസത്തിലുമുണ്ട് ഒരു ഗിൽഗാലിൻ്റെ അനുഭവം. ഇതുവരെയും നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ പ്രത്യാശയിലുമൊക്കെ നാം വഹിച്ചു കൊണ്ടിരുന്നതായ നിന്ദയെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ പാത, അല്ലെങ്കിൽ ആ ക്രൂശിൻ്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ, ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മളിൽ നിന്ന്, നമ്മുടെ സന്തതികളിൽ നിന്ന്, നമ്മുടെ തലമുറയിൽ നിന്ന് ഉരുണ്ടു മാറുന്നതായ അനേക നിന്ദകളെ നമുക്ക് ദർശിക്കുവാനും കഴിയും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം. അങ്ങനെ ഒരു അനുഭവം നമ്മളിൽ വരുന്നില്ല എങ്കിൽ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യത നമ്മെ തേടിയെത്തിയില്ല, നമ്മളെ സ്പർശിച്ചില്ല എന്നാണ് അർത്ഥം. എന്നാൽ ഈ നിന്ദിക്കപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും ക്രിസ്തു നിമിത്തം സഹിക്കുവാൻ കഴിവുള്ള ഒരു ആത്മാവിനെ നമുക്ക് തരുമ്പോൾ, ദൈവം തരുമ്പോൾ, അതിൻ്റെ അർത്ഥം നാം ഗിൽഗാലിൽ നമ്മുടെ യാത്ര ആരംഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ജീവിതം പ്രത്യാശയുള്ള ജീവിതം, സ്വതന്ത്രമായ ജീവിതം, ക്രിസ്തയേശുവിൽ കൂടെ നമുക്ക് അനുഗ്രഹത്തിനായി നമുക്ക് നൽകപ്പെട്ടതായ സ്വർഗീയ അനുഭവത്തിൻ്റെ പശ്ചാത്തലം നമ്മെയും നമ്മുടെ ഭവനങ്ങളെയും ഈ നാളുകളിൽ വാഴുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.